നിങ്ങൾക്ക് പറ്റിയൊരു ആലിക്കക്ക് പറ്റിയൊരു പാട്ട് ഞാൻ പാടിക്കൊടുക്കാം. ഇത് ഇഷ്ടപ്പെടാത്ത ആളുണ്ടാവില്ല. ശ്യാമവാനിലേതോ പ്രിയ ഗ്രാമ കന്യ കണ്ടു ശ്യാമവാനിലേതോ കണിക്കൊന്ന പോത്തോ പ്രിയരാഗ ഇതേതാ രാഗം? അല്ല, വൃന്ദാവനി സാരംഗ. എന്താണ് അടുത്തത്? ദേശ് രാഗാണ്. ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ രാഗത്തിന് നമ്മളെ ദേശീയ ഗാനം ഉണ്ട്. വന്ദേ മാതരം. ഇതൊന്നായിട്ട് പാടട്ടെ, എല്ലാവരും കൂടെ പാടും. എല്ലാവർക്കും അറിയുന്ന, രാവിലെ റേഡിയോ തുറന്നാലുണ്ടാവും. ഇത് ചെറുപ്പം മുതലേ നമ്മൾ ജനിച്ചത് മുതൽ കേൾക്കുന്ന പാട്ടാണ്. വന്ദേ മാതരം വന്ദേ മാതരം മലയജ ശീതള സത്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്ര ജ്യോത്സ്ന പുളകിതയാമിനി പുല്ലകുസുമിന ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ എടുക്കുമ്പോൾ ശകുന്തളേ ശകുന്തളേ ശകുന്തളേ. ഇത് ഞാൻ നോക്കുന്നത് എവിടുന്നാ പാട്ട് മനസ്സിലായില്ലേ? അപ്പൊ ആരൊക്കെയാ പാടുന്ന അറിയോ? അശോകട്ടെ ഇവിടുന്നാ പാടുന്നത്. ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് പാടുന്നു. ശകുന്തളനെ ഓർമ്മ വന്നത്. അടുത്തത് മഞ്ജുടെ. ഈ രാഗത്തിൽ നല്ലൊരു പാട്ടുണ്ട്, വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ട്. ചിത്ര പാടിയതാണ്. കൈതപ്രം വിഷ്ണുലോകം സിനിമയില. ആദ്യ വസന്തമേ ഫോട്ടോ സെഷൻ 2-3 പേരൊന്ന് പുറത്തേക്ക് ചെല്ലണം. പാട്ട് കഴിഞ്ഞ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2-3 പേരൊന്ന് പുറത്തേക്ക് ചെല്ലണം. അവിടെ നിന്ന് അറേഞ്ച്മെന്റ്സിന് വേണ്ടിയിട്ടോ. അടുത്തത് നമ്മളെ ബാബുക്കയുടെ ഒരു മനോഹരമായ പാട്ടുണ്ട്. ഈ പാട്ട് അദ്ദേഹത്തെ ഓർക്കപ്പെടുന്ന തന്നെ ഈ പാട്ടിലൂടെയാണ്. ഇന്നലെ മയങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂള.
പറയുന്ന മാതിരി അങ്ങോട്ട് പാടാൻ പറ്റില്ല. അതിൻ്റെ റിതമിക്കായിട്ടുള്ളൊരു പാട്ടാണ്. തബലയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇനി ഈ രാഗത്തിൽ, നമ്മളെ ദേശീയരാഗത്തിൽ വേറൊരു ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വളരെ ഹിറ്റായതാണ്. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം വീണ്ടും ഗന്ധർവൻ സ്വപ്നം ആകാശത്തോട്ടിൽ മണിവളക്കിളങ്ങണ കയ്യാലെ വിരൽത്തി വിളിക്കണതാരാണ്, മണിവളക്കിളങ്ങണ കയ്യാലെ വിരൽത്തി വിളിക്കണതാരാണ്, മുഴുതിങ്കളു നിൽക്കണ മുടിയോരം മുഴച്ചൊലി മുഴക്കണതാരാണ്, മുഴുതിങ്കളു നിൽക്കണ മുടിയോരം മുഴച്ചൊലി മുഴക്കണതാരാണ്, വിളക്കിന്റെ നാളം പോലെ പൊൻതോവൽ വീശും മാറ്റേറും പഴപ്പാവേ, ഓ കളിയാടി പാടാ. നീ ഞാൻ പറയുന്ന ആള് പാടിയാ കേട്ടോ. ഇത് എവിടുന്നാ പാടുന്നതൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ പാടും. ഇത് മൈക്ക് മറ്റേതായതുകൊണ്ടേ അപ്പോൾ നമുക്കത് ഇൻട്രാക്ഷൻ കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി പഴയൊരു വളരെ സാഡ് മൂഡാണോ അല്ലെങ്കിൽ ഒരു പ്രണയമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പാട്ടുണ്ട്. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ നെഞ്ച് നിറയണ പൂക്കിനാവേ, തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ നെഞ്ച് നിറയണ പൂക്കിനാവേ, എത്ര നാള് കൊതിച്ചിരുന്ന് നിന്നെ നിന്നും തേനൂർവാണെന്ന്, നിന്നെ നിന്നും തേനൂർവാണെന്ന്. ഈ പാട്ടേ ഈ ദേശരാഗം എന്ന് പറയുന്നത് വല്ലാതെ നമ്മളെ പിടിച്ചു കുലുക്കുന്ന രാഗമാണ്. വളരെ ഒരു ഹൃദയത്തിലേക്ക് വലിച്ചകറ്റുന്ന അടുപ്പിക്കുന്ന ഒരു രാഗമാണ്. ഇനി കാപ്പി രാഗമാണ്. ഇനി 1-2 രാഗങ്ങളുണ്ട്. വേഗം നിർത്തട്ടോ. സരിമ പനി സനി ധനി പമഗരി സ. അതാണ് കാപ്പി. എടെ രാഹുലടെ മൈക്കോട്. സന്യാസിനി ഓ സന്യാസിനി നിന്നെ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ ഇതുപോലെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട്. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു
കഥ പറയാ. അർജുന മാഷ ആദ്യത്തെ പാട്ടാണ്, വളരെ ഭയങ്കരമായൊരു പാട്ടാണ്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീ, സ്വപ്നം കാണാറുണ്ടോ. കുലരതി ദേവനെ വീടേ രാധേ, കുലരതി ദേവനെ വീടേ. എവിടെ നീലപ്പേരുൾമുടിയെ വീടി വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു ഷിജിത്ലാൽ എവിടെ പോയോ പോയോ. കാതൽ റോജാവേ കണ്ണീർ വഴിയുതറി കണ്ണേ, കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതറി കണ്ണേ, കണ്ണുക്കും നീരം കണ്ണീരും നീരം കണ്ണൂരിൽ പാട്ട നെഞ്ചിക്കും നീരം. എന്നാണതോ ഏതാണതോ കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതറി കണ്ണേ. അടുത്തത് ആബേരി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട്, എന്നെ ഓടിച്ചു പോട്ടോ. ഇതില് ആബേരി നഗുമോ ഓ മുകളലെ ഹൃദയ സരസിലെ ഇന്ദ്രവല്ലരിപ്പൂ കുയിലിന്റെ മണിനാദം സുന്ദരി ഹൃദയവനിയിലെ 10 വെളുപ്പിന് പാതിരപ്പുള്ളുണ ആവണി പൊന്നുഞാല ലജ്ജാവതിയെ വേണ്ട ഇവിടെ സൗണ്ട് ജേഷ് ആ ദേവസന്ധ്യാഗോ. ജയേഷിൻ്റെ വളരെ പ്രിയപ്പെട്ട പാട്ടാണ്, വളരെ മനോഹരമായി പാടുന്നതാണ്. അത് ഒരു പല്ലവി ഫുള്ളായിട്ട് 2 പ്രാവശ്യം പാടും. ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദ്രമേടയിൽ, ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദ്രമേടയിൽ, വേളയിൽ സൗമ്യനാ ഗായക പാടുക നീയൊരു ഗാനം, പവിഴനിലാവിൻ പ്രിയ ഗാനം. ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദ്രമേടയിൽ. ഇതുപോലെ ഒരുപാട് ഈ പാട്ട് നമ്മളെ ആലിക്കക്ക് അലിബായി അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞ വൈകിട്ട് നിങ്ങളൊന്ന് വരുമോ, നമ്മളൊന്ന് കവർ ചെയ്യാം, ഞാൻ ഉച്ചവരെ വേണം വരാം. അങ്ങനെ വന്നാൽ ഒരു പാട്ടിന് ഭയങ്കര മൂടായിരുന്നു. ആര് പാടുകയാണെങ്കിൽ ക്ലോസപ്പിലൊക്കെ എടുക്കും. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണനെന്നെ വിളിച്ചോ രാധേ പാലിനാവു പെയ്യുമ്പോൾ പൂങ്കിനാവു നെയ്യുമ്പോൾ എന്നോടിഷ്ടം കൂടാ. കാക്കത്തമ്പുരാനേ
അല്ലാവിൻ കാരുണ്യമില്ലെന്റെ ജീവനിൽ എല്ലാരും എത്തി മുകൾ ശിങ്കാരവേലനെ ദേവാ. കരഹരപ്രിയ എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രിയമുള്ള രാഗം. പിന്നെ കരഹരപ്രിയ അല്ല, ഇതിപ്പം പറഞ്ഞ അബേരിയ. ഇനി കരഹരപ്രിയ വരുന്നേ ഉള്ളൂ. അത് ഡി. കരഹരപ്രിയ സരിഗ പദ. കരഹരപ്രിയ വായിക്കും. സരിഗമ പദ സനിധ പ. പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ കളിമാരൊത്തുകൂടിയാവൽ കടവിങ്കൽ ആയില്യം പൂനിലാവിൽ കുളിക്കാൻ ശ്രീരാഗമോ തേടും നീ. പിന്നെ സാമ്യമകന്നൊരു ധ്യാനമേ. ഓക്കെ. ചന്ദ്രരശ്മിതൻ ചന്ദന കണ്ണാടി കൈ മനോഹരി മനോരഥത്തിൽ കാർകൂന്തൽ കെട്ടിലെന്നു. അടുത്തത് ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ രാഗമുണ്ട്. അതില് ഭാഗ്യശ്രീ. ഹരഹരപ്രിയയിൽ ഉണ്ടായ രാഗം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചെമ്പകത്തൈകൾ പൂത്ത മാനത്തു സഖി ആത്മസഖി. ഈ പാട്ടിന്റെ താളവും ഈ പാട്ടും ഒക്കെ വല്ലാത്തൊരു ടച്ചിങ്ങാണ്. ഇതൊന്ന് പാടാം. അജ്ഞാതസഖി ആത്മസഖി ആകാശപുഷ്പങ്ങൾ ചൂടി ആകാശപുഷ്പങ്ങൾ ചൂടി അഷ്ടപതിയിലെ നായികേ കൈകുടന്ന നിറയെ തിരുമധുരം സദ്യച്ചില്ല ആ ഈ പാട്ട് ലാസ്റ്റാണ്. നമ്മളെ പരിപാടി കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കണം. ആചാരേ ഇത് പല്ലവിയും അനുപല്ലവിയും പാടി നിർത്താം. ലാസ്റ്റ് ഫിനിഷ്. ഓക്കെ. ഭാഗ്യശ്രീ. ഈ രാഗം ഭാഗ്യശ്രീ. ഞാൻ 2 ചോദ്യം ചോദിക്കാൻ പോട്ടോ.
പരിപാടിയിൽ എന്നോട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ മധുവേട്ടനാണ്. മധുവേട്ടൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. നമ്മുടെ എല്ലാ പരിപാടിയിലും മാർഗ്ഗനിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി ഇവരെല്ലാവരും, രാജേട്ടനായാലും ഡുഡു ആയാലും ഷെണായി ആയാലും, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കണം. ഇതിൻ്റെ പിന്നിൽ, പാട്ടിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ പരിപാടി നടത്തിയത്. നമ്മളിപ്പോൾ നാളെ താളത്തിൻ്റെ കാര്യം ചെയ്തില്ലേ, താളം എന്താണെന്നും ഏതാണെന്നൊക്കെ വന്നവർക്ക് മനസ്സിലായി, ഏറെക്കുറെ കുറച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ രാഗങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 34,448 രാഗമുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ രാഗത്തുനിന്ന് വെറും 15 രാഗം മാത്രമാണ് നമ്മളിവിടെ ചെയ്തത്. അതിൽ ഇനി എത്രയോ പാട്ടുകൾ ഞാൻ തന്നെ ഒഴിവാക്കിയതാണ്, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വിപുലമായിട്ട് ഈ സംഗീത ക്ലാസ്സുകൾ, ഇതുപോലെയുള്ള പരിപാടികളാണ് നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതും കേൾക്കേണ്ടതും. അല്ലാതെ കുറേ ക്ലാസിക്കലൊന്നും പോയി പഠിച്ച് പാടിയാൽ, പ്രാക്ടീസ് ചെയ്താൽ പാടാൻ കഴിയുന്നുള്ള ധാരണയല്ല. വോക്കൽ ട്രെയിനിങ് ആണ്, വോയിസ് ട്രെയിനിങ് ആണ് വേണ്ടത്. നമ്മളെ ശബ്ദം ക്ലാരിറ്റിയോടുകൂടി വളരെ നല്ല ശ്വാസത്തോടു കൂടി പാടാൻ കഴിയുന്ന പ്രാക്ടീസാണ് ആവശ്യം. അത് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പാടുക. ഒരു ദിവസം കൊണ്ട് പാട്ട് പഠിച്ച് നാളെ പാടാമെന്ന് വിചാരിക്കുന്ന ആ മെത്തേഡ് ഒഴിവാക്കുക. ഒരു മാസമെങ്കിലും ഒരു പാട്ട് പഠിക്കാൻ എടുക്കുക, പെർഫെക്റ്റാക്കി പാടുക. അതാണ്. 2 വാക്ക് നമ്മളെ ഷെണായി സംസാരിക്കും. എന്താ 2 വാക്ക് പറഞ്ഞു? ഷെണായി ചിരിപ്പിച്ച് കൊല്ലരുത് ആരെയും. സമയം ഒരുപാട് വൈകിയുണ്ട്, 1 മണിക്കൂർ ഇപ്പം ലേറ്റാ. ഏത് പരിപാടി തുടങ്ങിയാലും മ്യൂസിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുർള എക്സ്പ്രസ് മാതിരിയാ, 1 മണിക്കൂർ ഒരു ദിവസമൊക്കെ ലേറ്റ് ആവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്ക് വിശക്കുന്നുണ്ട്.